പുതിയൊരു സൊമാറ്റോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ സമയം ഇപ്പം 5:20 രാവിലെ ഫുഡ് കഴിക്കാൻ കേട്ടോ. എന്താണെന്ന് നോക്കിയില്ല കേട്ടോ, നോക്കാം. ഓക്കെ, പുട്ടാണ്, പുട്ടും സാമ്പാറും ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് രാവിലെ 7 to 12 വർക്ക് ചെയ്യാൻ പോകുന്നത്. ശർക്കരയാണ്, സാമ്പാറായതുകൊണ്ട് കുറച്ച് ശർക്കരയും കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. സംസം ദോശ ഉണ്ടാണ് കേട്ടോ. അപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയുന്നത് മാംഗ്ലൂർ ദോശ, 3 പീസ അപ്പം വിത്ത് കടലക്കറിയാണ് കേട്ടോ. പിന്നെ ചായയുണ്ട്. ഗൈസ് ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊടുക്കാനുള്ള പേട്ടയാണ് കേട്ടോ. രാവിലെ ഫസ്റ്റ് ഓവർ അടിച്ച സമയം എന്ന് പറയുന്നത് 7:36 കേട്ടോ. 7:36 ഫസ്റ്റ് ഓവർ അടിച്ചത്. ഗൈസ് അപ്പം നമുക്ക് ഇവിടുന്ന് 4.5 കിലോമീറ്റർ ഉണ്ട്. കൊടുക്കാം ഞായറാഴ്ച ആയിട്ട് തിരക്കൊന്നുമില്ല. കയറി വിശാലമായിട്ട് അങ്ങ് പോവാം. താമസിച്ചു കേട്ടോ, കുഴപ്പമില്ല. ഞായറാഴ്ച സിഗ്നലുണ്ട്. നമുക്ക് ഇവിടുന്ന് നേരെയാണ് പോകാം കേട്ടോ. സിഗ്നലായിട്ടുണ്ട്. മൈക്ക് ഓഫല്ല, ഞാൻ വിചാരിച്ചു ഓഫായിരിക്കുന്നു. ഇന്നാള് ഓഡിയോ കിട്ടിയില്ല. മൈക്കിൽ ലൈറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓഡിയോ കിട്ടിയില്ലേ. ആ പടപ്പെട്ട് പിന്നെ അത്രയും ഭാഗം എഡിറ്റ് ചെയ്തപ്പോൾ കളയേണ്ടി വന്നു. വോയിസ് ഓവർ കൊടുത്താൽ കുഴപ്പമില്ല, പക്ഷെ വോയിസ് ഓവർ എനിക്ക് അങ്ങനെ ശീലമില്ല. ഞാൻ ചെയ്ത അത്ര പോരാ. കുറച്ച് ദിവസം കുറേ പ്രാവശ്യം ഇതുപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് പഠിക്കുകയുള്ളൂ. വോയിസ് ഓവർ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല, അപൂർവമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ അതുപോലെ സൊമാറ്റോ വ്ളോഗിൽ വോയിസ് ഓവർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഗൈസ് നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് AKG ലൈനിലാണ് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ കസ്റ്റമർ വന്നിട്ടുണ്ട്. ശരി, ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഓർഡർ ഐശ്വര്യമായിട്ട് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ 46.71 പൈസയാണ് കിട്ടിയത്. ഞായറാഴ്ച ഒന്നും ബ്ലോക്കില്ലെന്ന് പറഞ്ഞ് ബ്ലോക്ക് വന്നു കേട്ടോ. ഇത് ചെയ്യും. ബ്ലോക്കില്ലെന്ന് പറഞ്ഞോളൂ. അതിനിടയ്ക്ക് ബ്ലോക്ക് എത്തി കേട്ടോ. സിഗ്നൽ വന്നു. നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സംസം ദോശ ആയിട്ടാണ് കേട്ടോ. രണ്ടാമത്തെ ഓർഡർ അടിച്ച സമയം എന്ന് പറയണത് ഇപ്പം പറഞ്ഞുതരാം. രണ്ടാമത്തെ ഓർഡർ അടിച്ച സമയം വണ്ടി ഇവിടെ വയ്ക്കാൻ ഇവിടെ സ്ഥലമില്ലല്ലേ, ഫുള്ളായി ഇവിടെയൊക്കെ. 8:48 രണ്ടാമത്തെ ഓവർ അടിച്ച സമയം കേട്ടോ. ഇവിടെ വയ്ക്കാൻ കേട്ടോ. ഇവിടെ നല്ല അടിപൊളി സ്പോട്ടാണ്.
ഏകദേശം 9 മിനിറ്റ് ഇതിൽ വെയിറ്റ് ടൈം കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. ഏകദേശം ഫുഡ് റെഡി ആയിട്ടുണ്ട്. നല്ല താമസിച്ചു ചേട്ടാ. ഒരു 20 മിനിറ്റ് അടുപ്പിച്ച് എടുത്തു. അടുപ്പിച്ചെടുത്ത് നല്ല താമസം ഉണ്ടായിരുന്നു. എന്തായാലും റെഡിയായി ഫൈനലി. ഇപ്പോൾ ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഐറ്റം എന്ന് പറയുന്നത് 3 പീസ് അപ്പം വിത്ത് എക്കറി ഉഴുന്നോടെയാണ് കേട്ടോ. സംസത്തിലെ നല്ലപോലെ തിരക്കുണ്ട്. ഏകദേശം കൊടുക്കാനുള്ളത് മണികണ്ഠേശ്വരമാണ്. ഇവിടെ നിന്ന് 4.4 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു മഴയും വരുന്നുണ്ട്. ഒരു ചെറിയ തണുപ്പടിക്കണം കേട്ടോ. എപ്പോഴും വേണോ പെയ്യ. ചെറിയ തണുപ്പല്ല, നല്ല തണുപ്പടിക്കുന്നുണ്ട്. ഇപ്പോൾ മൈക്ക് ഊരി വയ്ക്കാൻ സമയമായി. എന്തായാലും പെട്ടെന്നുകൊണ്ട് കൊടുക്കാം. അതിൻ്റെ ഒരു സംഭവമാണ്. എടുക്കുന്ന സമയത്ത് മഴ പെയ്താൽ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മളിങ്ങനെ ഓട്ടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് നനയും, ഫോൺ നനയും, ക്യാമറ നനയും, മൈക്ക് നനയും, നമ്മൾ നനയും, ഉടുപ്പ് നനയും. എനിക്ക് അതാണ് ഇഷ്ടമല്ല. അത് നമ്മൾ എവിടെയും കയറി നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അമ്പലമുക്ക് റൂട്ടാണ് പോകാനുള്ളത്. ഞായറാഴ്ച വലിയ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ സാധാരണ ദിവസത്തിനെ അപേക്ഷിച്ച് തിരക്ക് കുറവാണ്. ചില സമയത്ത് അത്യാവശ്യം തിരക്ക് വരും. നമുക്കിനി ഇവിടുന്ന് 3.5 കിലോമീറ്റർ ഉണ്ട്. ചെറുതായിട്ടൊരു വിഷം പഠിക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, ചെറുതായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് വിഷയമില്ല. അമ്മ ഒരു കവർ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചാണ് കൊണ്ടുപോകാൻ വേണ്ടി. ഇന്നലെ ചായ കുടിക്കാൻ വാങ്ങിച്ചപ്പം 2 കവർ വാങ്ങിച്ചു. മറ്റേ ബ്രിട്ടാനിയയിലെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലേ, മറ്റേ ഇങ്ങനെ നമ്മളെ വല പോലത്തെ ഒരു ഡിസൈനൊക്കെ ഉള്ള നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ബിസ്ക്കറ്റ്. അത് ഒരെണ്ണം വാങ്ങിച്ചു. 2 കവർ വാങ്ങിച്ചു. ഒരെണ്ണം ഞങ്ങൾ വൈകുന്നേരം ചായ കുടിച്ചു. ഒരു മിച്ചമുള്ളൊരു കവർ ഉണ്ടായിരുന്നു, എടുത്തു വെച്ച് ഞാൻ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു. അത് എടുത്തുകൊണ്ട് വരാനുള്ളായിരുന്നു. വന്നിരുന്ന് ഇപ്പോൾ കഴിക്കാൻ. രാവിലെ നമ്മൾ കഴിച്ചെന്ന് പറയുന്നത് പുട്ടും സാമ്പാറും ഉണ്ടായിരുന്നു. സാമ്പാർ എനിക്ക് രാവിലെ കഴിക്കാൻ ശരിയാവില്ല. അത് കുറച്ച് കഴിച്ചോളൂ. പിന്നെ ഞാൻ പറഞ്ഞു ശർക്കര മതി എന്ന് പറഞ്ഞു. ശർക്കര ആകുമ്പോൾ നല്ല അടിപൊളി സാധനമാണ്. ശർക്കര ചെത്തിയിട്ട് പുട്ടും കഴിച്ചേട്ടാ. അതൊക്കെ എപ്പോഴേ ജയിച്ചിട്ടുണ്ട്. ഏകദേശം സ്വിഗ്ഗിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ഓർമ്മയുണ്ട്. ഏത്തക്കല കൊണ്ടിട്ടെങ്ങനെ ഇപ്പോൾ ഏത്തക്കല കൊണ്ടിട്ടെങ്ങനെ കേട്ടോ. ഇതുകൊണ്ടാണ് നമ്മളിവിടെ വില കുറഞ്ഞത്. അത് പാണ്ടിക്കായാണ്, ഉറപ്പാണ്, 100% പാണ്ടിക്കായ. പാണ്ടിക്കായല്ല കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവർ വിളയും മുമ്പ് ഒരു പരിധി വരെയൊക്കെ വിളയുമ്പോൾ തന്നെ ഇവർ വെട്ടിയെടുത്തുകൊണ്ട് പോയി. നമ്മളെപ്പോലെ നല്ല വിളയാൻ വേണ്ടി കാത്തി ചെറുതായിട്ടൊന്ന് വിളയുമ്പോൾ തന്നെ ഇവർ വെട്ടി പോകും. പിന്നെ മാക്സിമം ലോഡ് കയറാൻ വേണ്ടി അവന്മാർ ഇതിൻ്റെ കാ ഓടിച്ചിട്ടുകൊണ്ടാണ് പറഞ്ഞത്. മഞ്ചേരി കുള്ളൻ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. മഞ്ചേരി കുള്ളൻ എന്ന് പറയുമ്പോൾ ഏകദേശം 6 മാസം ആകുമ്പോൾ കൊല വെട്ടാന്നാണ് പറയുന്നത്.
1 വർഷം കൊണ്ട് 2 പ്രാവശ്യം നടാം എന്നാണ് പറയണത്. എനിക്ക് അറിഞ്ഞൂടാ. മഞ്ചേരിക്കുള്ള എന്നാണ് പേര് കേട്ടോ. ഇവിടെയൊന്നും അങ്ങനെ സുലഭമായിട്ട് കിട്ടൂല ആ സാധനം, അതിൻ്റെ വിത്ത്. സംഭവം കാണുമായിരിക്കും, എനിക്കറിഞ്ഞൂടാ. ഞാൻ കുറേ നോക്കിയതാണ്, ഇവിടെ കിട്ടിയില്ല. ടിഷ്യൂ കൾച്ചർ ഏത്തൻ്റെ കന്ന് വാങ്ങിക്കാൻ ഞാൻ കുറേ അന്വേഷിച്ചാണ്, കിട്ടിയില്ല. അവസാനം കുറേ തിരക്കി കുറേ പാടുപെട്ട് അവസാനം കിട്ടി. കഴക്കൂട്ടത്തു നിന്ന് കിട്ടി. ഓക്കെ ഗായ്സ്, നമുക്ക് വഴയില റൂട്ടാണ് പോകാനുള്ളത്. ഇവിടെ റോഡ് പൊളിച്ചിട്ടൊക്കെയാണ്, ആപ്പാടെ ശോകമായിട്ട് കിടക്കുകയാണ്. ശോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകം കേട്ടോ. കുറേ നാളുകൊണ്ട് ഇങ്ങനെ പൊളിച്ചിട്ടൊക്കെയാണ്. ഒരു പന്ന റോഡ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ നമ്മളെ പേറുക്കടയിൽ നിന്ന് മണികണ്ഠേശ്വരം പോകുന്ന റോഡിൽ അവിടെയൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറയണേ അഭിപ്രായം. എനിക്ക് പന്ന റോഡായിട്ടാണ് തോന്നിയത്, പൊളിച്ച് വാരിയിട്ടൊക്കെ. പ്രോ റൈഡറാണ് കേട്ടോ. ഓ വാടാ നൈസ്. എന്നാ പ്രോയാണ്. പ്രോ മൂട്ടി കിടക്കല്ലേ, പ്രോ മൂട്ടി കിടക്കല്ലേ. അണ്ണൻ അത്യാവശ്യം ഉണ്ടെന്ന് കേട്ടോ. അതുകൊണ്ടാണ് അണ്ണൻ പറന്ന് പോകുന്നത്. പറന്ന് പോണേക്കെ കൊള്ളാം, മൂട്ടി കിടക്കരുത്. ഓക്കെ, അതായത് നമുക്ക് ഇനി ഏകദേശം ഒരു 1.1 കിലോമീറ്ററേ ഉള്ളൂ. 1.1 കിലോമീറ്റർ ഉണ്ട്. ഇതിലെക്കൂടെ എങ്ങനെ പോകണത്? പൊന്നളിയാ. അയ്യോ, നല്ല കപ്പപ്പഴം നിൽക്കും കേട്ടാ. വാങ്ങിച്ചു വെച്ചിരുന്നേ കഴിക്കായിരുന്നല്ലേ. കപ്പപ്പഴം നിൽക്കുന്ന റോബസ്റ്റ് നിൽക്കും കേട്ടോ. അടിപൊളി റോഡാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഡെലിവറിക്ക് തുടങ്ങിയപ്പോഴേ ഈ റോഡൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അയ്യോ, അതിനൊരു 350 മീറ്ററേ ഉള്ളൂ. ഇവിടെ തന്നെ കേട്ടോ. മണികണ്ഠേശ്വരം പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടോ നമ്മൾ. ഇവിടെ ഒരു 200 മീറ്ററേ ഉള്ളൂ. ശരി, ഓക്കെ. ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം 45 രൂപ 32 പൈസ കിട്ടിയത്. അപ്പം നമുക്കൊരു സ്ക്രാച്ച് കാർഡ് കിട്ടി കേട്ടോ. സ്ക്രാച്ച് കാർഡ് ഉണ്ടായിരുന്നു. അത് ചുരണ്ടിയപ്പം 25 രൂപ നമുക്ക് സ്ക്രാച്ച് കാർഡിൽ നിന്ന് കിട്ടി. അത് എന്താണ് സംഭവം എനിക്ക് അറിഞ്ഞൂടാ. എന്തോ ഓഫർ കൊടുക്കുന്നുണ്ടോ. മറ്റേ സ്പിൻ വീൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ വേറെന്തോ സാധനമാണ്. ഇന്നാളും കിട്ടി കേട്ടോ. ഇന്നാൾ 35 രൂപയാണ് കിട്ടിയത്. അത് രാത്രിയാണ് കിട്ടിയത്. ഒരു മഴ ഇങ്ങനെ നടന്ന് കറങ്ങും കേട്ടോ. റെയിൻ സർജ് ഇതുവരെ ഓണായിട്ടില്ല. സൊമാറ്റോ പെട്ടെന്ന് റെയിൻ സർജ് ഓണാക്ക്. രണ്ടാമത്തെ ഓർഡർ കൊടുത്ത സമയം എന്ന് പറയണത് 9:31 ചേട്ടാ. അടുത്ത ഓർഡറൊന്നും അടിച്ചിട്ടില്ല.
9:31 രണ്ടാമത്തെ ഓർഡർ കൊടുത്തത്. ഇനി അടുത്ത എപ്പോൾ അടിക്കണമെന്ന് എൻ്റെ പൊന്നോ. അയ്യോ, ഗൈസ് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പേരോക്കടയിലെ ഗ്രിൽ ഇൻ ചിൽ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആണ്. ഗ്രിൽ ഇൻ ചിൽ. അയ്യോ, ഇവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഏകദേശം ലാസ്റ്റ് ഓർഡർ കൊടുത്തത് 9:15 ഇപ്പോൾ മണി 10:20. ഇത്ര സമയത്ത് ഓർഡർ അടിച്ചില്ല. പിന്നെ കുറേ സമയം വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഇതിലിപ്പോൾ സൊമാറ്റോയിലൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഒരു മറ്റേ ഡ്രോപ്പ് നമുക്ക് ഓർഡർ നിയറസ്റ്റ് ഓർഡർ നമുക്ക് കിട്ടാനുള്ള ഒരു വഴിയുണ്ട്. ഒരു ചെറിയൊരു സെറ്റപ്പ് അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു സാധനം. ഇത് ക്ലിക്ക് ചെയ്തപ്പം ഓട്ടോമാറ്റിക്കായിട്ട് 2 മിനിറ്റിനകത്ത് ഓർഡർ വരും. അങ്ങനെ അത് സെറ്റാക്കി ഓർഡർ അടിക്കായിരുന്നതാണ്. അങ്ങനെ എടുത്തിട്ടുള്ളൂ ഓർഡർ. ഗ്രിൽ ഇൻ ചിൽ പേറുകട. ഓർഡർ വളരെ കുറവ് തന്നെ കേട്ടോ. രാവിലോട്ട് വളരെ കുറവാണ്. ഇങ്ങനെയല്ല. കുഴപ്പമില്ല, എന്തായാലും മുന്നോട്ട് പോവാം. ഏകദേശം ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഫുഡ് വാങ്ങിക്കണം. അത് ഇപ്പോഴേ വാങ്ങിച്ചു വെച്ചാലേ നടക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. ഞാൻ ഓർഡർ എടുത്തുകൊണ്ട് നിൽക്കും, എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഓർഡർ കൊടുത്തിട്ട് നമുക്ക് ഫുഡ് വാങ്ങിക്കും. ഫുഡ് വേറെ ഒന്നുമല്ല കേട്ടോ, ലൈറ്റായിട്ടേ കഴിക്കാനുള്ള സമയം കിട്ടുള്ളൂ. എന്തായാലും നോക്കട്ടെ, ഇങ്ങോട്ട് കൊടുക്കട്ടെ. നമുക്ക് സിഗ്നൽ ഉണ്ട് കേട്ടോ. അയ്യോ, സിഗ്നൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. പോയി കട്ടായി. കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം. പൈസ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. രാധാകൃഷ്ണൻ ലൈനാണ് കേട്ടോ. രാധാകൃഷ്ണൻ ലൈൻ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് റൈറ്റ് കയറി പോകണം. ഇവിടെ അത് ഹോട്ടലുണ്ട്. ഇത് മറ്റേ വീടാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അത് എൻ്റെ വീട്ടിൽ ഓർഡർ ചെയ്യുന്നത് കേട്ടോ. 100% ഉറപ്പാണ്. വീട്ടിലിവിടെ ഹലോ കേട്ടോ. ഞാൻ ഇന്നാൾ വന്നു, എനിക്കിപ്പോൾ ഓർമ്മ. ഫുഡ് ഇവിടെ വന്നപ്പോൾ ഫുഡ് റെഡിയായി. കറക്റ്റ് ഓൺ ടൈം. ശരി, ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പൊതിച്ചോറാണ് കേട്ടോ. കൊടുക്കാനുള്ളത് ഹോട്ടൽ ബ്ലൂ കാസ്റ്റിലാണ്. കല്യാണം പോണ റൂട്ട് വഴയിൽ നിന്നാണെങ്കിൽ ഇവിടെ കൊടുത്തേക്കിനെ. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ കൊടുക്കാനുള്ളത്. ഒരു മഴ പറഞ്ഞു, മഴ തുടങ്ങി. മഴ ചാറ്റൽ തുടങ്ങി. ഇപ്പം പെയ്യും. ഈ ഓർഡർ കൂടെ കൊടുത്തിട്ട് പെയ്താൽ മതിയായിരുന്നു. ഓട്ടോ എടുത്തിടാനുള്ള സമയം കിട്ടിയത്. അപ്പോൾ ഹോട്ടൽ ബ്ലൂ കാസ്റ്റ് ഇവിടെ നിന്ന് ഇനി ഒരു 300 മീറ്ററേ ഉള്ളൂ. ഓക്കെ, ഒരു 200 മീറ്ററും കൂടെ ഉള്ളൂ. ചിക്കൻ ബിരിയാണി 60 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി കേട്ടോ. നല്ല സൂപ്പർ സാധനം. ഒരു മാച്ചയെ കൊള്ളായിരുന്നു. മാച്ചയെ നമുക്ക് കഴിക്കായിരുന്നു അല്ലേ. നോക്കട്ടെ, തിരിച്ചു പോകുമ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് നമുക്ക് കഴിച്ചേ പറ്റുള്ളൂ. കുറേ ദിവസമായി. ഓക്കെ, ഹോട്ടൽ ബ്ലൂ കാസ്റ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്.
ഗൈസ് ഇത് മറ്റേ കേസിൽ കിടന്ന ഇതല്ലേ, പ്രോപ്പർട്ടി അല്ലേ, അത് തന്നെ. ഇതിപ്പോൾ സർക്കാരിൻ്റെ ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ സർക്കാരിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് കുറേ നാൾ കേസ് കിടന്ന പ്രോപ്പർട്ടിയാണ്. എന്തോ വസ്തുവിൻ്റെ തർക്ക സംബന്ധം, ഉടമസ്ഥാവകാശ സംബന്ധമോ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. കുറേ നാളുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഈ സിറ്റിയിൽ പിന്നെ പണ്ടൊക്കെ ബസ്സിൽ വന്ന സമയത്തെ ഇതിവിടെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അവിടെ കൊടുത്തിരുന്നാൽ മതിയാ? ഓ ശരി, ഓക്കെ. ഗൈസ് അപ്പം കസ്റ്റമർ പറഞ്ഞ് അവിടെ കൊടുത്തേക്കാൻ പറഞ്ഞു കേട്ടോ. അല്ലാതെ എനിക്ക് ചെന്ന് ഇവിടെ കൊടുത്തേക്കാമോ? റിസപ്ഷനിൽ കൊടുത്തേക്കാമോ? കൊടുക്കടാ. ശ്വേത ഇവിടെ കൊടുത്തേക്കാൻ പറഞ്ഞു, വരാമെന്ന് പറഞ്ഞു. ആ പേയ്മെൻറ്റ് ശരി, ഓക്കെ. ഏസോ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എത്ര രൂപ കിട്ടിയെന്ന് അറിഞ്ഞൂടാ, നോക്കാം കേട്ടോ. ഏകദേശം 24.04 രൂപ കിട്ടിയത്. അടുത്ത ഓർഡർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മിക്കവാറും വലിയ കട അടിക്കും, അല്ലെങ്കിൽ മൺചട്ടി എങ്ങാനും ആയിരിക്കും കേട്ടോ. ഇപ്പോൾ കൊടുത്ത ഹോട്ടൽ എന്ന് പറയുന്നത് ബ്ലൂ കാസ്റ്റ്. അവിടെ ഏരിയ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവിടത്തേക്ക് വേണ്ടി ഇൻസ്റ്റാമാർട്ടിന് വേണ്ടി കുറേ ആൾക്കാർ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഓർഡർ അടിക്കും. വെളിയിൽ നിന്ന് പറഞ്ഞാൽ സ്വിഗ്ഗിയിലെ ആൾക്കാർക്ക് ഓർഡർ അടിക്കില്ല. അതാണ് ഒരു സെറ്റപ്പ്. ആ ഒരു രീതിയിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഗൈസ് ഇവിടെ എവിടെ ഞാൻ 60 രൂപയിൽ ബിരിയാണി കണ്ടു കേട്ടോ. ഇത്ര നേരം കണ്ടിട്ട് ഇപ്പം പെട്ടെന്ന് പോയി. ആ ചേട്ടാ, ഒരു ടയറിൽ എയർ ഇല്ല, എയർ കുറവ്, പഞ്ചറാണ്, പഞ്ചർ. റേഡിയൽ ടയർ എയർ ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നെ ലോഡ് കയറുന്ന സമയത്ത് നല്ല പീങ്ങും കേട്ടോ. അത് കണ്ടിട്ട് പഞ്ചർ പോലെ തോന്നുന്നു ആ ടയർ. 10 മണിയാകുമ്പോൾ പണ്ടാര ഭയങ്കര വിശപ്പാണ് കേട്ടോ, സഹിക്കാൻ വയ്യ. അപ്പോൾ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഡബിളാണ് കേട്ടോ, ഡബിൾ ഓർഡറാണ് അടിച്ചത്. ഒന്ന് ദണ്ഡികല്ലും ഒന്ന് പാരകല്ലും. ദണ്ഡികല്ല് ചിലപ്പോൾ റെഡിയായി കാണും കേട്ടോ. ദണ്ഡികല്ലിൽ നിന്ന് ഇറങ്ങിയിട്ട് ദണ്ഡികല്ല് ഫസ്റ്റ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ദണ്ഡികൽ ബിരിയാണിയാണ്. റെഡിയായി കാണണം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ രണ്ടാമത്തെ പാരയിൽ ഓർഡർ ക്യാൻസലല്ല, അത് ചേഞ്ചായി. നമുക്ക് പോയി എടുക്കാനുള്ള സമയം കിട്ടില്ല. 0116. ഓക്കെ ഗൈസ്, ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഐറ്റം എന്ന് പറയുന്നത് തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഓർഡർ അപ്പം കോടതിയിൽ അവിടെ എത്തി കേട്ടോ. കോടതിയിൽ അവിടെ എത്തിക്കഴിഞ്ഞു. മഴയും തുടങ്ങിയില്ല. ഇത് നമുക്ക് 2.1 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. ചെവിയില്ലാത്തത്ര ഊത്ത് കേൾക്കണം കേട്ടോ. എയർ പോകാനുള്ളത് നമ്മൾ കയറിപ്പോൾ ഗ്യാപ്പ് കിട്ടിയിരുന്ന കയറി പോകാമായിരുന്നു. ഓക്കെ, നമ്മൾ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞു. വേറെ പോയാൽ മതി. അടിപൊളിയായി. റൈറ്റാണ് പോകാനുള്ളത്. ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. നേരെ ബോർഡൊന്നും കണ്ടില്ല കേട്ടോ. ആഹാ, കാറ് ബ്ലോക്കായി. കാറ് പെട്ടു.
അയ്യോ ഏതാ കാറിൻ്റെ ഒരു പാഴ്സ് ഇവിടെ അഴിഞ്ഞ് കിടക്കും. നമുക്കിനി 600 മീറ്ററും കൂടെ ഉള്ളൂ. അയ്യോ അയ്യോ കുട്ടിയെല്ലാം പോച്ചേ. പതിനെട്ട് 18.5 19. ശരി ഓക്കെ. D19 അല്ലേ തന്നെ? ഞാൻ പേര് നോക്കട്ടെ. ഓക്കെ. ആ വിഷ്ണു സുന്ദരേശ്. അല്ല ഇവിടുത്തെ നമ്പറാണ് ഇട്ടേക്കുന്നത്. കഴിച്ചപ്പോൾ അവിടെ അല്ല കേട്ടോ വീട്, ഇവിടെയാണ്. ശരി ഓക്കെ. കഴിച്ചപ്പോൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കഴിച്ചാൽ നമുക്ക് ഹെൽമെറ്റ് ഊരാൻ പറ്റില്ല കേട്ടോ, മഴ വീണു. ഇപ്പോൾ ടോട്ടൽ എത്രയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഓർഡറിന് നമുക്ക് കിട്ടിയെന്ന് പറയണത് 53 രൂപ 36 പൈസയാണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ നമുക്ക് രാവിലെ 7 to 12 നമുക്ക് ഓടിയെന്ന് പറയണത് 194 രൂപയാണ്. എത്ര ഓർഡർ എടുത്ത്? 4 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 6 ജിക്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഏണിങ്സ്. ഓർഡർ ഉണ്ടാന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് വെച്ചാൽ ഇല്ല, അതാണ് അവസ്ഥ. എന്തായാലും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ് ഗൈസ്. ബൈ. മഴ വീണു കേട്ടോ, മഴ വരുന്നു. ഓക്കെ.